കണ്ട 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 എന്റെ ദൈവമേ, എന്തോ ഇത്? ഇത് നോക്ക, അടിയും ബഹളമാണ് വണ്ടിയിൽ കയറാൻ വേണ്ടിട്ട്. നോക്കിയേ, 3000 ചില്വാനം കിലോമീറ്റർ ഓടുന്ന ഒരു വണ്ടിയാണ് നമ്മളിപ്പോ പോകാൻ പോകുന്നത്. ഇതിലാകെ 3 ജനറലാണ്. നോക്കിയേ, കണ്ടോ, മുന്നിൽ മാത്രമുള്ള ജനറൽ. അവിടാണ് ഈ ഒരു തിരക്കെന്ന് പറയുന്നത്. ഹായ് ഭയ്യ, ഹലോ. പുള്ളി ഇങ്ങോട്ട് നോക്കിയിട്ട് ക്യാമറ കളിക്കാൻ. ഒരു പുള്ളി ഏതാണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്ന നമ്മളെ ബീഹാർ സമ്പർക്ക് ക്രാന്തി കണ്ടില്ല, അതേ സെയിം കാഴ്ച തന്നെയാണ് കേട്ടോ. എല്ലാവർക്കും ദർഭംഗയിൽ നിന്നുള്ള പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ദർഭംഗയിൽ നിന്ന് തിരിച്ച് പോവാണ് മൈസൂർക്ക് ഭാഗമതി എക്സ്പ്രസ്സിൽ. അപ്പോൾ ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോവാണ്. ഒരു സൈക്കിൾ റിക്ഷയിലാണ്. ഇവിടുത്തെ അടിപൊളി ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഫുള്ള് ബഹളമാണ് ഇവിടെ റോഡിൽ. ഹോണടിയോ ഹോണടി, ആൾക്കാരൊക്കെ തിങ്ങി നിറഞ്ഞാണ് വണ്ടിയിലൊക്കെ പോകുന്ന കണ്ടാലേ നമുക്ക് ഭയങ്കര ഒരു കൗതുകമാണ്. അപ്പോൾ ബീഹാറിലെ ദർഭംഗയിൽ നിന്ന് നമ്മൾ മൈസൂർക്ക് പോവാണ്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോവാണ്. നമ്മുടെ ഹോട്ടലിൽ നിന്ന്, ഞാൻ താമസിച്ച സ്ഥലത്ത് നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ വേണ്ടി ഓട്ടോ വിളിച്ചപ്പോൾ ഓട്ടോക്കാർക്കാർക്കും വരാൻ വയ്യ. അപ്പോൾ ഈ റിക്ഷ ചേട്ടന്മാരോട് വെറുതെ നിൽക്കുകയായിരുന്നു. അപ്പോൾ പുള്ളിയെ വിളിച്ചു. അപ്പോൾ പുള്ളി കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. എത്ര രൂപ ആവുന്നൊന്നും അറിയത്തില്ല, നോക്കാം നമുക്ക്. അപ്പോൾ കൊള്ളാം കേട്ടോ, ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ലാസ്റ്റ് ഞാൻ കയറി ചെയ്തപ്പോഴെന്ന് വെച്ചാൽ ലക്നൗവിൽ പോയപ്പോഴാണ്. ഇതേപോലെ സ്വീറ്റ് തിയേറ്ററൊക്കെ ആയിട്ട് പോയപ്പോൾ ലക്നൗവിൽ പോയപ്പോഴാണ് കയറിയത്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെത്തിയേ. ഇവിടെ ഫുൾ ഇതേപോലെ ബാറ്ററി ഓട്ടോ, അല്ലാത്ത ഓട്ടോ, ഇത് മറ്റേ സൈക്കിൾ റിക്ഷകൾ, എന്തോരം ടൈപ്പാണെന്ന് അറിയാമോ. ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. എൻ്റെ ദൈവം, ഇതെല്ലാം ഷെയർ ഓട്ടോ സെറ്റപ്പാണ് കണ്ടാ. അങ്ങനെ ചേട്ടൻ നമ്മളെ ദർഭംഗ സ്റ്റേഷനിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. വേഗം എത്തി കേട്ടോ, ഒരു 10 മിനിറ്റ് എടുത്തു കേട്ടോ. ഇവിടെ ഏതൊക്കെ വണ്ടി വരുന്നുണ്ട്. ഇവിടെ എല്ലാം മാനുവൽ അനൗൺസ്മെന്റ് കേട്ടോ. ഒന്നും പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല, എന്തൊക്കെയാണോ എന്തോ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ഇവിടെ റൂട്ടൊക്കെ മൊത്തം ഇലക്ട്രിഫൈഡ്. എന്നിട്ട് ഈ ഡെമോ ഓടിക്കുന്നതിനാന്ന് ആർക്കറിയാം. ഇപ്പം മെമു ഇല്ലാത്തതുകൊണ്ടാണെന്നൊന്നും അറിയത്തില്ല. പഴയ ഡെമോ ആണെന്ന് തോന്നുന്നു, 2014 മെയ്ഡ് ഡെമോ ആണ്. ഈ ദർഭംഗ എന്ന സ്ഥലത്ത് ശരിക്കും സംസാരിക്കുന്ന ഭാഷ എന്ന് പറഞ്ഞാൽ ഹിന്ദിയാണ് കോമൺ ആയിട്ട്. പിന്നെ ഇവരുടെ ലോക്കൽ ലാംഗ്വേജ് ഉണ്ട് മൈഥിലി എന്ന് പറഞ്ഞ്. ഹിന്ദി, മൈഥിലി, ഉറുദു, അങ്ങനെ 3 ഭാഷകളാണ് സംസാരിക്കുന്നത്. നമ്മളെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വന്ന ബീഹാർ സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസിന്റെ റേക്കാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇന്ന് രാവിലെ വന്ന റേക്കാണ്. അപ്പോൾ നമ്മുടെ ഭാഗമതി എക്സ്പ്രസ് എവിടെ വരുന്നതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാനിവിടെ 2ന്റെയും 3ന്റെയും നടുക്ക് ഇങ്ങനെ നിൽക്കുക. ഇവിടെ ഒരു സമസ്തിപൂർ ചേട്ടൻ്റെ ഒരു WIP വന്ന് കിടപ്പുണ്ടേ. അപ്പോൾ മിക്കവാറും നമ്മുടെ ഭാഗമതി എക്സ്പ്രസിന്റെ ലോക്കും ആയിരിക്കും ഇത്. വിജയവാഡ WIP. ഈ നമ്മളിവിടെ വന്ന പിന്നെ ഫുള്ള് തെലുങ്കരുടെ ലോക്കോ കേട്ടോ. വിജയവാഡ, ലാലാഗുഡ. ഈ വണ്ടി ഏതാണെന്നറിയാം, ഇത് ന്യൂഡൽഹിയിൽ ദർഭംഗയ്ക്ക് വന്ന ഒരു സ്പെഷ്യൽ ട്രെയിനാണ്. ഇത് ഇവിടം വരെ ഉള്ളൂ. അപ്പോൾ അത് ഇവിടെ പ്ലാറ്റ്ഫോമിൽ വന്ന് കയറുക കേട്ടോ. ഈ വണ്ടി ഫുള്ള് എക്കണോമി കോച്ചാണേ. ഇത് ക്ലോൺ എക്സ്പ്രസ് ആട്ടോ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഈ സമ്പർക്ക് ക്രാന്തിക്ക് പാരലായിട്ട് ഓടിക്കുന്ന ഏതോ വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ക്ലോൺ എക്സ്പ്രസ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് തന്നെ ഫുള്ള് തേർഡ് AC യാ. ആകെ സ്ലീപ്പർ 2-3 എണ്ണേ ഉള്ളൂ. ഇവിടുത്തെ അനൗൺസ്മെന്റ് ഒക്കെ കോമഡിയാണ്. पवन एक्सप्रेस जो जयनगर से चलकर लोकमान्य तिलक टर्मिनल को जाएगी थोड़ी देर में प्लेटफॉर्म संख्या 5 पर आ रही है. നല്ല കോമഡി അനൗൺസ്മെന്റാ. നമ്മുടെ വണ്ടിയുടെ ജനറലിലെ കയറാനുള്ള ആൾക്കാരെ ആയിരിക്കും മിക്കവാറും ഈ നിൽക്കുന്നത് കണ്ടോ. ഇത്രയും ആൾക്കാർ, അങ്ങ് ദൂരെ ഇഷ്ടംപോലെ ആൾക്കാർ പിന്നെയും വരുന്നുണ്ട്. ഇതൊക്കെ ജനറലിൽ കയറുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ബീഹാർ സമ്പർക്ക് ക്രാന്തിയുടെ ഒരു ലൈറ്റ് വേർഷൻ നമുക്കിവിടെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടിട്ട്. റേക്ക് ഇതുവരെയായിട്ടും കൊണ്ടുവന്നിട്ടില്ല, റേക്ക് ആടി കിടക്കുന്നേ ഉള്ളൂ. ആൾക്കാരിങ്ങനെ നിരനിരയായിട്ട് നിൽക്കുന്നത് കണ്ടോ. വണ്ടി ആ റേക്ക് ഇങ്ങോട്ട് വരുമ്പോഴേക്ക് ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കണം. എന്തോരോ ആൾക്കാരാ നോക്ക്. നമ്മളീ പോകുന്നൊരു ഭാഗമതി എക്സ്പ്രസ് ശരിക്കും ചെന്നൈ, ബാംഗ്ലൂർ വഴിയൊക്കെ പോകുന്നൊരു വണ്ടിയാണ്. അപ്പോൾ അതിൽ അവിടെ ഈ പണിയെടുക്കുന്ന ഈ ബീഹാറിലെ പയ്യന്മാരൊക്കെ ആയിരിക്കും കൂടുതലും ഇതിനകത്ത് കയറാൻ വേണ്ടിയുള്ളവർ. പിന്നെ രാത്രിയിൽ പട്ന പോകാൻ വേണ്ടിയുള്ളവർ, പ്രയാഗ്രാജ്, പിന്നെ അങ്ങോട്ട് നാഗ്പൂർ ഭാഗത്തൊക്കെ ഉള്ള എല്ലാ ആൾക്കാരും ഈ വണ്ടിയിലുണ്ടാവും. दरभंगा, समस्तीपुर, बरौनी,
पटना मैसूर होय मैसूर तक जाए बागमती सुपरफास्ट एक्सप्रेस प्लेटफॉर्म संख्या 3 पर आ रहा है. ആൾക്കാർ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ് കയറാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇപ്പം ഭയങ്കര അലയും വിളിയും ബഹളമൊക്കെ ആയിരിക്കും. ഇപ്പോൾ നോക്കിയാൽ എന്തൊക്കെയാ നോക്കിയേ, ഭാഗമതി എക്സ്പ്രസിന്റെ റേക്ക് ഇവിടെ വന്നിരിക്കുകയാണ്. കണ്ടോ 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 കണ്ടോ, എൻ്റെ ദൈവമേ എന്തോ ഇത്. ഈശ്വരാ, ഇത് നോക്ക അടിയും ബഹളമാണ് വണ്ടിയിൽ കയറാൻ വേണ്ടിയിട്ട്. നോക്കിയേ, വണ്ടി നിർത്തിയില്ല. എന്തൊക്കെയാണ് നോക്ക് നടക്കുന്നേ. വണ്ടി നിർത്തി. ഈ ഭാഗമതിയിൽ ഇതേപോലെ തന്നെ കക്കൂസിലിടുന്ന ഉള്ള പരിപാടി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കക്കൂസൊക്കെ തുറന്നിരിപ്പുണ്ട് അവിടെ. 3000 ചില്വാനം കിലോമീറ്റർ ഓടുന്ന ഒരു വണ്ടിയാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ഇതിലാകെ 3 ജനറലാണ്. നോക്കിയാ കേട്ടോ, മുന്നിൽ മാത്രമുള്ള ജനറൽ. അവിടാണ് ഈ ഒരു തിരക്കെന്ന് പറയുന്നത്. ഹായ് ഭയ്യ, ഹലോ. പുള്ളി ഇങ്ങോട്ട് നോക്കിയിട്ട് ക്യാമറ കളിക്കാൻ. എന്തൊക്കെ മത്സരമാണോ എന്തോ. നമുക്ക് ഇവിടെ കയറാൻ പറ്റുന്നില്ല കേട്ടോ. ഒരു പുള്ളി ആണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്ന നമ്മള് ബീഹാർ സമ്പർക്ക് ക്രാന്തി കണ്ടില്ല, അതേ സെയിം കാഴ്ച തന്നെയാണ് കേട്ടോ. നമുക്ക് പെട്ടിയും കിടക്കയായിട്ട് ഈ ആൾക്കാരൊക്കെ എങ്ങോട്ടായിരിക്കും അല്ലേ? നമ്മളങ്ങോട്ട് തന്നെ ആയിരിക്കും. ചെന്നൈ ഭാഗത്തേക്കൊക്കെ പണിയെടുക്കുന്ന ബീഹാറികളൊക്കെ ആയിരിക്കും. ചെന്നൈ, ബാംഗ്ലൂര് അവിടെയൊക്കെ പണിയെടുക്കുന്ന അങ്ങോട്ടൊക്കെ ഉള്ള ഡയറക്റ്റ് വണ്ടിയല്ലേ. അപ്പൊ ഇവര് കൂടുതൽ പേരും അങ്ങോട്ടൊക്കെ ആയിരിക്കും. ഇത് നാറിയിട്ട് നിക്കാൻ വയ്യ, അമ്മാതിരി നാറ്റവാ. അയ്യോ ഒത്തിരി നാറ്റോ ദൈവമേ, മൂത്രത്തിന്റെ നാറ്റം. ഓ, ഇതൊന്നും കഴുകാറും കൂടി ഇല്ലാണ്ട്. ആ പടുതി കണ്ടാൽ തന്നെ അറിയാം. അവിടെ ലോക്ക് പിടിപ്പിച്ചുകൊണ്ടിരിക്കുക അവിടെ. അതാണ് അവിടെ അലയും വെളിയൊക്കെ. ഇവിടെ SLR ഈ ലഗേജ് കം ബ്രേക്ക് വാൻ ആണ് ഇത് കണ്ടോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ അതിലും ആൾക്കാർ കുത്തി നിറച്ച് കയറുകയും. നോക്കിയേ, വണ്ടി കുറച്ചുകൂടെ മുന്നോട്ട് എടുക്കുക ലോക്കോ പിടിപ്പിക്കാൻ വേണ്ടി. അവരെ ലോക്കോ പിടിപ്പിക്കാൻ വേണ്ടി പോവാണ്. ഇതിന്റെ നെയിം ബോർഡൊന്നും മര്യാദ കാണുന്ന പോലെ ഇല്ല കണ്ടോ. ഭാഗമതി സൂപ്പർ ഫാസ്റ്റ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും, അതൊക്കെ മാഞ്ഞുപോയി. ദർഭംഗയിൽ കൊടുക്കുന്ന ഈ ലോക്കോ തന്നെയാണ് മൈസൂർ വരെ പോകുന്നത് കേട്ടോ. അപ്പൊ അത്രയും 3000 ചിലവാനും കിലോമീറ്റർ ഈ ഒരൊറ്റ ലോക്കോ വെച്ചാണ് ഈ ഒരു വണ്ടി ഓടുന്നത്, ഭാഗമതി സൂപ്പർ ഫാസ്റ്റ്. അപ്പൊ സമസ്തിപൂർ ഷെഡിന്റെ ഒരു WP7 ആണ് ഇതിന്റെ ലോക്കോ. അപ്പൊ ലോക്കോ പിടിപ്പിച്ചു, സെറ്റ്. നോക്ക്, പിന്നെ ആൾക്കാർ വന്നോണ്ടിരിക്കുക കണ്ടോ. ഒരു പുള്ളിയാണ് എമർജൻസി സീറ്റിൽ കൂടെ ചാടുന്നു, കയറുന്നു. എന്തൊക്കെ കാഴ്ചകളല്ലേ ഇതൊക്കെ. ബീഹാറിലെ സാധാരണ കാഴ്ചകളാണ് കേട്ടോ. ഒരു ബീഹാർ ട്രെയിൻ യാത്ര വന്നാൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും. ഒരു ബീഹാറിലെ ട്രെയിനിൽ നിങ്ങൾ യാത്ര വന്നാൽ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ വേറൊരു മുഖം കാണാൻ പറ്റും ബീഹാറിൽ വന്നാൽ. നമ്മുടെ നാട്ടിലെ ജനറലെ തിരക്കിനൊക്കെ പറ്റി പറയുന്നില്ലേ നിങ്ങൾ. ബീഹാറിൽ ട്രെയിൻ യാത്ര വരൂ, അപ്പോഴാ ശരിക്കും ജനറലെ തിരക്ക് എന്താ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. നോക്കി, ഇവിടുത്തെ ആൾക്കാർക്ക് ഇതൊക്കെ അവർക്കൊരു വലിയ കാര്യമൊന്നുമല്ല, മനസ്സിലായോ. അവർക്കിതൊരു വലിയൊരു കാര്യമൊന്നുമില്ല, അവർക്കിതൊക്കെ സാധാരണ കാര്യങ്ങളാണ്. ഇവിടെ എല്ലാ കോച്ചിനും മുന്നിൽ ഇതേപോലെ ടീറ്റിമാരിനിപ്പുണ്ടേ. അപ്പോൾ ഈ ടീറ്റിമാരെല്ലാം നമ്മളോട് ചോദിക്കും ഏതാ കോച്ച്, ടിക്കറ്റ് ഉണ്ടെന്ന് ചോദിക്കും. ടിക്കറ്റ് ഉണ്ട്, A1 എൻ്റെ കോച്ച്. അപ്പോൾ അവർ പുറകിലാ പോയിക്കോളാൻ പറഞ്ഞു. എല്ലാം കണ്ടോ, ഇവിടെ ഉണ്ട് ഒരു TT. എല്ലാ കോച്ചിലും TTമാരുണ്ട്. അതെന്തായാലും ഭയങ്കര കാര്യം. കാരണം അണ്ടർസോഡ് ആൾക്കാരും ഇന്നലെ കയറത്തില്ല. ഇനിയിപ്പോൾ രാത്രിയിലൊക്കെ കയറിയാലേ ഉള്ളൂ. ഇവിടെ നിന്ന് ആരും ഇനി കയറത്തില്ല. നമ്മുടെ സെക്കൻഡ് AC കോച്ച് ഇതാണ് കേട്ടോ, A1. ഓ, ഇതെന്തൊരു കോച്ചാടേ ഇത്. എൻ്റെ ദേവേ, പുറത്തോടെ കണ്ട. ഇതെന്തുവാണിത്? ഷോ, ഇത് ഏത് വർഷം പണിത സാധനമാ? A1 ദർഭംഗ മൈസൂർ. പേനയും കൊണ്ടൊക്കെ എഴുതിയിരിക്കുന്നത്. 2018 മേടൊരു കോച്ചാ കേട്ടോ. നല്ല കോമഡി ആയിട്ടുണ്ട്. ദൈവമേ, 2 ദിവസം ഇതിനകത്ത് ചിലവഴിക്കാനുള്ളതാണ്. നല്ല അടിപൊളി കാഴ്ചയാണ് കാണുന്നത്. അകത്തേക്ക് കയറാം. എൻ്റെ സൈഡ് അപ്പർ കേട്ടോ, സൈഡ് അപ്പർ 30. നല്ല ബെസ്റ്റ് കോച്ചാണ് നമുക്ക് കിട്ടിയത് കേട്ടോ. ശോകം കോച്ചാണ്, ഒന്നും പറയാം. ഭയങ്കര ചൂടാണ് ഇവിടെ. നമുക്കിതിൻ്റെ വാഷ്റൂം നോക്കാം, അതാണ് മെയിൻ കാര്യം. വാഷ്റൂം എങ്ങനെ ഉണ്ടോ എന്തോ. വലിയ കുഴപ്പമില്ല, വൃത്തിയുണ്ട്. ഈ കോച്ച് പിന്നെയും കുഴപ്പമില്ലായിരുന്നു. A2 നമുക്ക് കിട്ടിയത് A1 ആയിപ്പോയി. എന്ത് ചെയ്യാനാ. നമ്മുടെ ഭാഗമതി എക്സ്പ്രസ്സിന് ഫസ്റ്റ് AC ഉണ്ട് കേട്ടോ. ഫസ്റ്റ് AC നമ്മൾ നേരത്തെ ബീഹാർ സമ്പർക്ക് ക്രാന്തി വന്ന പോലെ തന്നെ ഫസ്റ്റ് AC, സെക്കൻഡ് AC, തേർഡ് AC, എക്കണോമി എല്ലാം ഉണ്ട്. ഈ ഭാഗമതി എക്സ്പ്രസ് ഇതേപോലെ ദർഭംഗ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണ്. അതായത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ സോൺ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് വീക്കിലി വണ്ടിയാണ് ഈ ഒരു ഭാഗമതി എക്സ്പ്രസ്. ദർഭംഗയിൽ മൈസൂരിലേക്ക് പോകുന്നത്. ഇവിടെ ഇവർ വന്നിട്ട് ബാംഗ്ലൂർ വരെയുള്ള ആൾക്കാരെ ഞാൻ ചാട്ടി നോക്കിയപ്പോൾ അവരൊരു ഫാമിലിയാണെന്ന് തോന്നുന്നു.
അപ്പോൾ അവർ വന്നിട്ട് ഇതേപോലെ അവരുടെ സാധനങ്ങളെല്ലാം താഴെ വെച്ച്, എൻ്റെ ബാഗ് താഴെ വയ്ക്കാൻ വയ്യ, ഞാൻ ലാസ്റ്റ് എടുത്ത് മോളി വെച്ചു. കൈയടക്കി എങ്ങ് വെച്ചേക്കും, എന്തെങ്കിലും പറയാൻ പറ്റും പറ. 100 കൂട്ട സാധനം, എന്തോരോ സാധനം വന്നു, എല്ലാം അതിൻ്റെ അടിയിൽ തിരികേറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ വേണ്ടി ഈ സൈഡപ്പറ ഏകദേശം 3040 കിലോമീറ്ററോളം ദൂരം വരുന്ന ആ ഒരു യാത്ര നമ്മളിവിടെ നിന്ന് കറക്റ്റ് 3:45 തന്നെ ഇവിടെ നിന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ബീഹാറിലെ ദർഭംഗയിൽ നിന്നും. ദർഭംഗ ആയിട്ട് പിന്നെ അടുത്ത സ്റ്റോപ്പ് നമ്മുടെ സമസ്തിപൂർ ജംഗ്ഷനിലാണ്. ദർഭംഗ ജംഗ്ഷൻ അങ്ങനെ വിട പറഞ്ഞ് നമ്മൾ പോവുകയാണ്. എൻ്റെ ദൈവമേ, ഞാൻ ഒരിക്കലും മറക്കത്തില്ല ഈ ഒരു സ്ഥലം കേട്ടോ. ഇജാതി ആൾക്കാരും സ്ഥലവും പറയണ്ട. കോച്ചിൻ്റെ അകമൊക്കെ വൃത്തിയുണ്ട് കേട്ടോ, പക്ഷേ പുറം കഷ്ടമാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഈ സൈഡപ്പർ ഇട്ടില്ല പ്രശ്നം. സൈഡപ്പർ ഇട്ടില്ല നമുക്ക് എങ്ങും വഴിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ മുകളിൽ കയറിയിരിക്കണം, അത് താഴെ അവർ കാര്യം വിരിച്ചിരിക്കും. അങ്ങനെ ഇരിക്കാൻ പാടില്ലെന്നാണ് ശരിക്കും. നമ്മളൊന്നും പറയാറൊന്നുമില്ല, ഫോട്ടോ വെച്ച് നമ്മളങ്ങനെ ഇരിക്കാറുള്ളതല്ല, അതുകൊണ്ട് അങ്ങനെ ഒന്നും പറയാറൊന്നുമില്ല. നമ്മുടെ ഈ ബാഗമതി എക്സ്പ്രസ് പോകുന്ന റൂട്ട് ഇവിടെ നേരെ പാട്നയിൽ നിന്ന് ജബൽപൂർ, പിന്നെ ഇറ്റാർസി വഴി നമ്മൾ സാധാരണ കേരള എക്സ്പ്രസ് ഒക്കെ പോകുന്ന വഴിയാണ് പോകുന്നത്. അപ്പോൾ ഈ സൗത്ത് സെൻട്രൽ റെയിൽവേയിൽ പലയിടത്തും ഇതുപോലെ മഴ കാരണം പല പ്രശ്നങ്ങളുണ്ട്. ട്രാക്ക് ഒലിച്ച് പോയി, റെയിൽവേ സ്റ്റേഷനിൽ വെള്ളം കെട്ടി കിടക്കുന്ന അങ്ങനെ കുറേ അവസ്ഥയൊക്കെ ഉണ്ട്. അപ്പം മിക്കവാറും വണ്ടി പോകുന്ന വഴിക്ക് ഡൈവേർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ റൂട്ട് റീസ്റ്റോർ ആയെങ്കിൽ മിക്കവാറും ഒറിജിനൽ റൂട്ട് വഴി പോകും. റൂട്ട് റീസ്റ്റോർ ആയില്ലെങ്കിൽ നമ്മൾ മിക്കവാറും ഡൈവേർട്ടായി പോകും. നമ്മുടെ വണ്ടി നേരത്തെ ചെന്നൈ സെൻട്രലിൽ കയറിക്കൊണ്ടിരുന്നതാണ്. അതായത് ചെന്നൈ സെൻട്രലിൽ കയറി റിവേഴ്സ് അടിച്ചിട്ടാണ് മൈസൂർ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ചെന്നൈ സെൻട്രൽ കയറാറില്ല. ഇപ്പോൾ പെരമ്പൂർ വഴി ബൈപ്പാസ് ചെയ്താണ് ഇത് നേരെ കാറ്റ്പാടി ജോളാർപേട്ട വഴി ബാംഗ്ലൂർ പോകുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് മൈസൂർ, അങ്ങനെയാണ് ഈ വണ്ടി പോകുന്നത്. ദർഭംഗയിൽ നിന്ന് മൈസൂർക്ക് പോകുന്നൊരു വണ്ടിയാണ്. നമ്മൾ ഇവിടെ നിന്ന് ചൊവ്വാഴ്ച ഇപ്പോൾ പുറപ്പെട്ടിരിക്കുകയാണ്. ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3:45 പുറപ്പെട്ട് ബുധനാഴ്ച വ്യാഴാഴ്ച, അതായത് വ്യാഴാഴ്ച രാത്രി 8 മണിക്ക് ഇത് മൈസൂർ എത്തത്തുള്ളൂ. 2 നൈറ്റ് ഉണ്ട്. ഈ 3040 കിലോമീറ്റർ യാത്രയ്ക്ക് നമുക്ക് പൈസ ആയത് 3670 രൂപയാണ് സെക്കൻഡ് AC പോരെ. നമ്മളങ്ങനെ സമസ്തിപൂർ ജംഗ്ഷൻ എത്താറായിട്ടുണ്ട്. കുറച്ച് നേരത്തെയാണ്, 4:50 എത്തിയാൽ മതി. നമ്മളിപ്പോൾ 4:35 ആയപ്പോൾ തന്നെ സ്റ്റേഷനിലേക്ക് കയറാൻ പോവാം. അന്ന് മുസാഫർപൂർന്ന് വന്ന റൂട്ടാണിത് കേട്ടോ. നമ്മൾ ശരിക്കും പോകുന്നത് ബറൗണി വഴിയാണ്. ബറൗണി എറണാകുളം രപ്തിസാഗർ എക്സ്പ്രസ് ഒക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പം ഇനി അടുത്തത് ബറൗണിയാണ് അടുത്തൊരു സ്റ്റോപ്പ് എന്ന് പറയുന്നത്. മുസാഫർപൂർ റൂട്ടിൽ നിന്ന് വന്ന ഒരു വണ്ടി ഏതാണ്ട് പാരലായിട്ട് സമസ്തിപൂർ കയറുന്നുണ്ട് നമുക്കൊപ്പം. നല്ല രസമുണ്ടല്ലേ. ബീഹാറിലെ അമ്പലം കണ്ടോ, കൊള്ളാം. നല്ല അടിപൊളി ഒരു വെറൈറ്റി ഒരു ഗോപുരം പോലെ അല്ലേ. ആ വണ്ടി ഉണ്ടല്ലോ, അത് ന്യൂഡൽഹിയിൽ സഹർസ വരെ പോകുന്ന വൈശാലി സൂപ്പർ ഫാസ്റ്റ് ആണ്. ഇത് കണ്ടോ, ഇവിടെ ഒരു WDG4 ലോക്ക് കിടക്കുന്നുണ്ട്. ഇത് അണ്ടൽ എന്നൊരു ഷെഡിന്റെ WDG4 ആണ്. അണ്ടൽ എന്നാണോ എന്നറിയത്തില്ല. ഇതിന്റെ കോഡ് UDL കണ്ടോ. ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഭാഗത്ത് മാത്രമുള്ള ശരിക്കും നീല കോച്ചുകൾ ഇപ്പോഴും ഓടിക്കുന്നത് കണ്ട. നൊസ്റ്റാജി അടിക്കുന്നത് കണ്ടോ. നീലക്കോച്ച്, ഫുൾ നീലക്കോച്ച്. അവിടെ നിന്ന് അങ്ങോട്ട് നീലക്കോച്ചാണ്. അതിന്റെ ഇടയ്ക്ക് മാത്രമാണ് 2-3 മഞ്ഞ കോച്ചുള്ള, ബാക്കി എല്ലാം നീലക്കോച്ച്. എനിക്ക് എന്ത് ഭംഗിയല്ല. ഈ ഒരു കോച്ച് ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ശരിക്കും അടിപൊളിയായിരുന്നു. നിർത്തിക്കളഞ്ഞു, എന്ത് ചെയ്യാനാ. ഇത് കുറേ സ്റ്റോപ്പുള്ള വണ്ടിയാണ് ഈ ബാഗമതി സൂപ്പർ ഫാസ്റ്റ് നമ്മളിപ്പോൾ ഉള്ള വണ്ടി. ഇത് ഇഷ്ടംപോലെ സ്റ്റോപ്പുണ്ട്. രാത്രി കുറേ സ്റ്റോപ്പൊക്കെ ഉണ്ട് ഈ വണ്ടിക്ക്. ഇവിടെ കിടക്കുന്ന ഫുള്ള് നീലയായിട്ട്, ഈ ഒരു മഞ്ഞ മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും നീലമയം. ഇവരൊന്നും അപ്ഡേറ്റഡ് ആയിട്ടില്ല, എന്തോ ആർക്കറിയാം. അപ്ഡേറ്റഡ് ആവാണ്ട്, ഈ നീല തന്നെ മതി ഇവിടെ. നമ്മുടെ ഈ കോച്ച് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈയിൽ 2018 പണിത ഒരു കോച്ചാണ്. മഴക്കാറുണ്ട് കേട്ടോ, നല്ല മഴ പെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇങ്ങനെ മൂടി വരുന്നുണ്ട്. നമ്മുടെ വണ്ടി ബിഫോർ ടൈം അടിച്ചുകൊണ്ട് 4:55 എടുത്തുള്ളൂ. 4:50 ആയപ്പോൾ ഞാൻ ഡൊമിനോസ് വഴി ഒരു പിസ്സ ബർഗറാണ് സാധനം മേടിച്ചിരുന്നത്. കാണിക്കുക, നല്ല അടിപൊളി സാധനമാണ്. ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. ഉച്ചയ്ക്ക് ആകെ ഒരു 10 ലൈസ് അയച്ചത്. ഇവിടെ നിന്ന് എനിക്ക് കഴിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഇന്നലെ നിന്ന ഹോട്ടലിൽ നിന്നാണ് പിന്നെയും കഴിച്ചത്. അവിടെ നിന്ന് രാവിലെ ഒരു 11 മണിയപ്പോൾ ഇറങ്ങി. അപ്പോൾ നമുക്ക് ഇനി അകത്ത് പോവാം. രാത്രി ഇനി ട്രെയിനിൽ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വെച്ചു.
രാത്രി നമുക്ക് ഒരു 8-10 ആകുമ്പോൾ പാട്ന എത്തും. ഇതാണ് പിസ്സ ബർഗർ എന്ന സാധനം കേട്ടോ. ഇത് പിസ്സയുടെ അതായത് ബർഗർ 2 പണ്ണിനടക്കെ ഇങ്ങനെ പിസ്സയുടെ ഫില്ലിംഗ് പോലത്തെ ഒരു സംഭവമാണ്. നല്ല ടേസ്റ്റുള്ള ഐറ്റം കേട്ടോ. 4:55 വിടാണ്ട വണ്ടി 5 ഐറ്റം വിട്ടിട്ടില്ല. എന്താണോ എന്തോ വിട്ട് ഒരു 12 മിനിറ്റ് ഡിലേ ആയിട്ട് നമ്മൾ സമസ്തിപൂർന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. അടുത്ത നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ബറൗണി ജംഗ്ഷനാണ് കേട്ടോ. പിന്നെ ഒരു സമസ്തിപൂർ WDG3 നമ്മൾ കണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ ലോക്കസ് ഉണ്ടല്ലോ. ഇത് ഈറോഡ് ഷെഡിൻ്റെ WAP കിടക്കുന്നുണ്ട്. അടിപൊളി. ഇതൊക്കെ ഇവിടെ നിന്ന് വന്നിത് ഷോ കൊള്ളാമല്ലോ. അതുകൊണ്ട് മഴ തുടങ്ങി, ബീഹാറിലെ മഴ. നമ്മളിപ്പോൾ ബറൗണി ഏകദേശം എത്താറായിട്ടുണ്ട്. വണ്ടി ഒരു 5-10 മിനിറ്റ് ഡിലേ ആണ് ഇപ്പോഴും. അപ്പോൾ ബറൗണി ജംഗ്ഷൻ എത്താറായി. ബറൗണി എന്നാണ് നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഒരു രത്തിസാഗർ ഉള്ളത്. ബറൗണി എറണാകുളം രത്തിസാഗർ. അത് ഇന്നലെ ഉണ്ടായിരുന്നു, തിങ്കളാഴ്ച ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഈ ബറൗണി എന്ന് പറയുന്നത് അത്ര വലിയ സിറ്റി ഒന്നുമില്ല കേട്ടോ. ഒരു സാധാരണ ഒരു ടൗൺ ആണ്. WAP5 വെച്ച് വണ്ടി എടുക്കുന്നുണ്ടോ? അത് ഇവിടുത്തെ ബറൗണിന്ന് ഇവിടുന്ന വണ്ടിയാണ്. അഹമ്മദാബാദ് വരെ പോകുന്ന ഒരു എക്സ്പ്രസ് ആണ് കിടക്കുന്നത്. അപ്പൊ ഇതാണ് ബറൗണി സ്റ്റേഷൻ. ഈ വണ്ടി ഫുള്ളാട്ടോ, തിങ്ങി നിറച്ച ആൾക്കാരാണ്. RAC വരെ. ഇപ്പൊ എൻ്റെ അപ്പുറത്തെ താഴത്തെ സൈഡിലോർ RAC ആണ്, എൻ്റെ ഇപ്പുറത്തും RAC ആണ്. വണ്ടി ഫുള്ളാണ് ശരിക്കും പറഞ്ഞാല്. എങ്ങും ഒരു വേക്കൻസി സീറ്റ് പോലും ഇല്ല. ഇനി നമ്മുടെ പാകമരിയുടെ അടുത്ത സ്റ്റോപ്പ് മൊക്കാമാൻ എന്ന സ്റ്റേഷനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പാട്ന ജംഗ്ഷൻ. പാട്ന എത്തുന്നത് 8 മണി 10 മിനിറ്റിനാണ്. ജനറേറ്റർ കാരണം എന്തോ സൗണ്ടാ അല്ലേ? അയ്യോ, ഇതുപോലെ സൗണ്ട് നാട് മൊത്തം അറിയോ ഒരു വണ്ടി പോവാണെങ്കിൽ, അത് ഓണാണെങ്കിൽ. ഇവിടുന്ന് കുറെ വണ്ടികൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഗ്വാളിയർക്ക്, പിന്നെ അഹമ്മദാബാദത്തിന്, നമ്മുടെ അങ്ങോട്ട് എറണാകുളം, അങ്ങനെ കുറെ സ്ഥലത്തേക്ക് ബറൗണിന്ന് ഇവര് വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ബീഹാറാ കേട്ടോ. ശോകം കോച്ചാട്ടോ. ഇതിൻ്റെ കർട്ടനാണേലും എല്ലാ ശോകം ഭയങ്കര സ്മെല്ല്. ഇതുകൊണ്ട് ഇളകി കിടക്കുന്നുണ്ട്. ഇത് ഇളകിയിരിക്കുന്നത് അവിടെ കണ്ട് എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നത്. മൊത്തത്തിൽ എന്ത് പറയാനാ, 2 ദിവസം സഹിച്ചേ പറ്റത്തുള്ളൂ. ഇനി ഞാൻ ട്രെയിനിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി ഓർത്തിരിക്കുമായിരുന്നു. അപ്പം അവരുടെ വെജ് ബിരിയാണി, എഗ് ബിരിയാണി മാത്രമേ ഉള്ളത്. വേണ്ടെന്ന് വെച്ചു. ഞാൻ പാട്നയിൽ നിന്ന് ദാൽ കിച്ചടി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഗംഗാനദി കടന്നുകൊണ്ടിരിക്കുക. പുറത്ത് ഇരുട്ടാണ്ട് കാണിച്ചിട്ടും കാര്യമില്ല. ഗംഗാനദിയിൽ ഭയങ്കര ജലനിരപ്പ് കൂടി നിൽക്കുന്നതാണെങ്കിൽ കേട്ടായിരുന്നു. അതുകൊണ്ട് ട്രെയിൻ പയ്യെ പോകുന്നത് അവിടെ പിടിച്ചിട്ടായിരുന്നു. അപ്പോൾ വണ്ടി കുറച്ച് ലേറ്റാണ്. നമ്മുടെ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പായ മൊക്കാമാൻ എന്നൊരു സ്ഥലത്തെത്തിയേ. പാട്നയ്ക്ക് മുമ്പുള്ള ഒരു സ്റ്റേഷനാണ് ഈ മൊക്കാമ എന്ന് പറയുന്നത്. എന്തൊക്കെ പേരല്ലേ. ഇവിടെ എത്തുന്നത് ഒരു 12 മിനിറ്റ് ഡിലേ ആയിട്ടാണ്. വണ്ടി അവിടെ നിന്നൊട്ട് ഉരുട്ടലാട്ടോ. പയ്യ വണ്ടി പോകുന്നത്, വലിയ സ്പീഡൊന്നും ഇല്ല ഈ ഒരു ഭാഗത്ത്. നമ്മുടെ കോച്ചിനപ്പുറത്ത് A2 കോച്ചാണ്. ഇത് കണ്ടോ, നല്ല കിട്ടിലും കോച്ച്. നോക്കി എനിക്ക് കിട്ടിയതാണ് പൊട്ട കോച്ച്. നല്ല സെറ്റ് കോച്ച്. ഇവിടെ നിന്ന് ഇനി പാട്നയ്ക്ക് 89 കിലോമീറ്റർ ഉണ്ട്. 1 മണിക്കൂർ ഉണ്ട് ഇനി പാട്ന എത്താൻ വേണ്ടി. പക്ഷെ 1 മണിക്കൂറിൽ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കാം. ഇവിടുത്തെ സ്പീഡ് എത്ര എനിക്ക് കറക്റ്റ് അറിയത്തില്ല. 110 എത്തും. ഇപ്പം സമയം 8:41. നമ്മൾ ഇതിലായിട്ട് പാട്ന എത്തിയിട്ടില്ല. 8:10 എത്തേണ്ടതാണ്. ഉരുട്ടി ഞാൻ പറഞ്ഞില്ലേ, ഇത് മെയിൻ സ്റ്റേഷനൊക്കെ ആവാറാകുമ്പോൾ ഇങ്ങനെ പയ്യാണ് പോകുന്നത്. നമ്മളിപ്പോൾ രാജേന്ദ്ര നഗർ ടെർമിനലാവുന്നേ ഉള്ളൂ. രാജേന്ദ്ര നഗർ ടെർമിനൽ എന്ന് പറയുന്നത് പാട്നയ്ക്ക് മുമ്പുള്ള പാട്നയിലെ തന്നെ വേറൊരു മെയിൻ സ്റ്റേഷനാണ് ഈ രാജേന്ദ്ര നഗർ ടെർമിനൽ. ഇതാണ് രാജേന്ദ്ര നഗർ ടെർമിനൽ. പാട്നയിലെ ഒരു മെയിൻ ടെർമിനൽ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് രാജധാനിയൊക്കെ ഉണ്ട് കേട്ടോ, ഡൽഹിക്ക്. അപ്പോൾ ഇത് പാട്നയിലെ ഒരു വേറെ സ്റ്റേഷനാണ്. ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല നമ്മുടെ വണ്ടിക്ക്. നമ്മുടെ വണ്ടിക്ക് പാട്ന ജംഗ്ഷനിൽ മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്റ്റേഷൻ പാട്നയാണ്. ഇപ്പോൾ WAP4 ലോക്ക് വെച്ച് പോയത് പാട്നയിൽ നിന്ന് ഷാലിമാർക്ക് പോകുന്ന ദുരന്തോ എക്സ്പ്രസ്സാണ്. നമ്മളിവിടെ നിന്ന് രാജേന്ദ്ര നഗറിന് വിട്ടു.
അപ്പോൾ ഇനി പാട്നയിലേക്ക് മിക്കവാറും കയറുമായിരിക്കും ഇപ്പോൾ ഉടനെ തന്നെ. നമ്മുടെ ഡിലേ ഇപ്പോൾ 1 മണിക്കൂറായി. ഈ വണ്ടി ചുമ്മാ ഇങ്ങനെ അവിടെ ഇവിടെ വന്ന് കിടക്കും. ഇത് കണ്ടോ, ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റായി. അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് അവിടെ നിന്ന് മുന്നോട്ട് കുറച്ചിങ്ങോട്ട് നീക്കിയിട്ട് പിന്നെയും നമ്മളങ്ങനെ ബീഹാർ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ പാട്ന റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. പാട്ന ജംഗ്ഷൻ. ഏതാണ്ട് അവിടെ ഒരു റോയപുരം ഷെട്ടിന്റെ WPS ഒക്കെ കിടക്കത്തല്ലോ. അപ്പോൾ ഇതാണ് പാട്ന ജംഗ്ഷൻ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ പാട്നയിൽ ട്രെയിനിന് വരുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ ബിസിയസ്റ്റ് സ്റ്റേഷൻസിൽ ഒരെണ്ണമാണ് ഈ പാട്ന ജംഗ്ഷൻ. ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ആണ് ഈ ഒരു സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഫുള്ള് നല്ല തിരക്കുള്ളൊരു സ്റ്റേഷനാണ്. ട്രെയിനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു പോകുന്നു, ഫുള്ള് വണ്ടികളാണ്. ഇത് ഏതോ ഒരു മെമു ട്രെയിനാണ് കേട്ടോ, മെമു ആണ്. അപ്പോൾ ഫുള്ള് നല്ല ബിസി ആയിട്ടുള്ളൊരു സ്റ്റേഷനാണ് ഈ പാട്ന. നമ്മുടെ വണ്ടി ഞാൻ പറഞ്ഞില്ലേ 1 മണിക്കൂറിന് മുകളിൽ ലേറ്റാണ്. ഇതൊക്കെ ഇനി കവറപ്പ് ചെയ്തെടുക്കുമായിരിക്കും. രാത്രിയിൽ കവറപ്പ് ചെയ്തെടുക്കാത്ത വണ്ടി ഏതാണ്, രാത്രിയിൽ കവറപ്പ് ചെയ്യായിരിക്കും. ഇപ്പോൾ പാട്ന നല്ലൊരു ബിസിയസ് ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ടാണ് ഇങ്ങനെ ഉരുട്ട് വന്നത്. ഇനി പ്രയാഗ്രാജ് ഉണ്ട്. ഈ രാത്രി പ്രയാഗ്രാജ്, പിന്നെ ഇവിടെ വാരണാസി പോകത്തില്ല. അതിന് പകരം മറ്റേ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ഉണ്ട്, മുഗൾ സരായ്, അവിടെ പോകും. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ പ്രയാഗ്രാജ് ചിയോക്കി എന്നൊരു സ്റ്റേഷൻ ഉണ്ട്. അപ്പം അങ്ങനെ ആ വഴിയൊക്കെയാണ് നമ്മുടെ വണ്ടി പോകുന്നത്. അപ്പോൾ ഇത് ഏതാ ഒരു വണ്ടി ഉണ്ട് റിവേഴ്സ് അടിച്ച് വരുന്നത് കണ്ടോ. ഇത് നീല കോച്ചാ ഫുള്ള്. ഇവിടുത്തെ വണ്ടി എല്ലാം നീല നിറമാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം. വൃത്തിയില്ലെങ്കിലും നീല നിറമാണ്. ഇവിടെ പഴയ ഇന്ത്യൻ റെയിലാണ്. പഴയെന്ന് വെച്ചാൽ അധികം നാളൊന്നും ആയിട്ടൊന്നുമില്ല, അധികം നാളൊന്നും ആയിട്ടല്ലല്ലോ ഈ കളറൊക്കെ നിന്നിട്ട്. ആ ഒരു നിറമാണ് ഇപ്പോഴും ഉള്ളത് കേട്ടോ. ഇതിന് ഏത് കാലത്ത് ഇവിടെ നിന്ന് വിടുക വന്നു. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 10-15 മിനിറ്റായി. ആകെ തേപ്പാണ്. 1 മണിക്കൂർ 8 മിനിറ്റ് വൈകി നമ്മളിവിടെ നിന്ന് പുറപ്പെട്ടു കേട്ടോ. പയ്യെ ഉരുണ്ട്. ഇനി അടുത്ത സ്റ്റോപ്പ് ദാനാപൂർ ആണ്. ദാനാപൂർ എന്ന് പറഞ്ഞാൽ പാട്നയിലെ തന്നെ ഒരു സ്റ്റേഷനാണ്. ദാനാപൂർ പാട്ന ജംഗ്ഷൻ, പാട്ന ജംഗ്ഷൻ്റെ നെയിം ബോർഡ്. പിന്നെ രാജേന്ദ്ര നഗർ ടെർമിനൽ. ഈ ഒരു 3 സ്റ്റേഷനാണ് ശരിക്കും മെയിൻ ആയിട്ടുള്ള സ്റ്റേഷൻ. അപ്പോൾ ദാനാപൂർ ആണ് ഇനി അടുത്ത സ്റ്റോപ്പ്. ദാനാപൂർ നിന്ന് ബാംഗ്ലൂർക്ക് മറ്റേ സംഘമിത്ര എക്സ്പ്രസ് ഒക്കെ ഇല്ലേ, അപ്പോൾ അതാണ് ദാനാപൂർ സ്റ്റേഷൻ. വണ്ടി ഞാൻ പറഞ്ഞില്ലേ, വണ്ടി ജാം പാക്ഡ് ആണ്. എന്ന് വെച്ചാൽ വണ്ടി ഫുള്ളാണ്. നമുക്ക് RIC-കാരൊക്കെ കുറേ പേരുണ്ട്. അപ്പം ഞാൻ ഇവിടെ നിന്ന് IRCTC കാറ്ററിംഗ് വഴി ഒരു കിച്ചടി പറഞ്ഞു. കിച്ചടി കണ്ടോ, ഇതാകുമ്പോൾ വലിയ പ്രശ്നമില്ല. വയറ്റിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാത്തൊരു സാധനമാണ് കിച്ചടി എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിക്കുന്ന ഡിന്നറിൽ ഇതാണ് ദാനാപൂർ സ്റ്റേഷൻ കേട്ടോ. നമ്മൾ ദാനാപൂർ തിരികെ പാട്ന ജംഗ്ഷന് വളരെ കുറച്ച് ദൂരമുള്ള കേട്ടോ ദാനാപൂറിലേക്ക്. നമ്മുടെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന ദാനാപൂർ പൂനെ എക്സ്പ്രസ് ആണ്. ദാനാപൂർ നിന്നാണ് കൂടുതലും വണ്ടികളൊക്കെ തുടങ്ങുന്നുണ്ട്. ദാനാപൂർ എന്നുണ്ട്, പാട്നയെന്നുണ്ട്. പക്ഷെ നമ്മുടെ അവിടെ നിന്ന് പാട്നയ്ക്കേ ഉള്ളൂ. രണ്ടും അടുത്തടുത്ത്. ഇതിന് തൊട്ടപ്പുറത്ത് മാറിയ പാട്നയായി. ഇത് ദാനാപൂർ. നമ്മുടെ അവിടെ കൊച്ചുവേളി തിരുവനന്തപുരം എന്നൊക്കെ പറയുന്ന പോലെ. നമ്മുടെ വണ്ടി ഇപ്പോൾ 1.5 മണിക്കൂർ ലേറ്റാണ്. ഇപ്പോൾ ബക്സർ എന്ന് പറഞ്ഞ സ്ഥലത്താറായിട്ടുണ്ട്. അപ്പോൾ ഇതിന് രാവിലെ കാണാം. അതിലെല്ലാവരും ഭയങ്കര കൂർക്കം വലിയ മുറുന്ന് പറഞ്ഞിട്ട് രാവിലെ കാണാം. സമയം ഇപ്പോൾ രാവിലെ 5:40 നമ്മൾ മധ്യപ്രദേശിലെത്തി. മധ്യപ്രദേശിലെ സത്ന എന്നൊരു സ്ഥലം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇനി ഒരു 1.5 മണിക്കൂർ, 2-2.5 മണിക്കൂറുണ്ട് ജബൽപൂരിലേക്ക്. അപ്പോൾ ജബൽപൂരാണ് ഒരു മെയിൻ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സത്ന എത്താറായി. നമ്മുടെ വണ്ടി ഇപ്പോൾ ഏകദേശം ഒരു 30-32 മിനിറ്റ് ലേറ്റേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പോൾ ഈ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈന് ഹൗറ, അലഹബാദ് അല്ലെങ്കിൽ പ്രയാഗ്രാജ്, മുംബൈ ലൈൻ എന്ന് വേണം പറയാം. അപ്പോൾ ഈ ഒരു നമ്മളിപ്പോൾ ഈ ഉള്ള സോണ് വെസ്റ്റ് സെൻട്രൽ സോണാണ്. നമ്മൾ ഇന്നുണ്ടായിരുന്ന ഈസ്റ്റ് സെൻട്രലായിരുന്നല്ലോ, ഇപ്പോൾ വെസ്റ്റ് സെൻട്രലായി. ജബൽപൂർ ഡിവിഷനാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇതൊരു ജംഗ്ഷൻ സ്റ്റേഷനാണ് കേട്ടോ. ഒരു ബ്രാഞ്ച് ലൈനൊക്കെ തിരിയുന്ന ഒരു ജംഗ്ഷൻ സ്റ്റേഷനാണ് ഈ സത്ന എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഭാഗമതിക്കുള്ള അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് മൈഹാർ എന്ന് പറയുന്ന സ്റ്റേഷനാണ്. ഇതൊക്കെ സാധാ ലോക്കൽ സ്റ്റേഷനാണ്.
പിന്നെ മൈഹാർ കഴിഞ്ഞാൽ പിന്നെ കത്നി, പിന്നെ ജബൽപൂർ ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞാൽ ഇറ്റാർസി ഒക്കെ വരുന്നത്. സെക്കന്ദരാബാദിന് ദാനാപൂർ വരെ പോകുന്ന ഒരു എക്സ്പ്രസ് ആണ്. ഇതൊരു ഡെയിലി വണ്ടിയാണ്, സെക്കന്ദരാബാദ് ദാനാപൂർ. നമ്മളിപ്പോൾ മധ്യപ്രദേശിലെ കട്നി ജംഗ്ഷൻ എന്നൊരു സ്റ്റേഷൻ എത്താറായിട്ടുണ്ടേ. ഇപ്പോൾ വണ്ടി നമ്മുടെ 3/4 മണിക്കൂർ ലേറ്റ് ആയിട്ടോ. 6:30 എത്തിയിട്ടാണ്. ഇപ്പോൾ 7:15 ഇവിടെ സ്റ്റേഷൻ ഔട്ടർ ആയതേ ഉള്ളൂ. ഇതാണ് കട്നി ജംഗ്ഷൻ കേട്ടോ. ഇവിടെ ഒരു ലോക്കോ ഷെഡൊക്കെ ഉണ്ട്. ന്യൂ കട്നി ജംഗ്ഷൻ ലോക്കോ ഷെഡ് എന്നൊക്കെ പറഞ്ഞൊരു ലോക്കോ ഷെഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് മധ്യപ്രദേശിലെ ഒരു മെയിൻ സ്റ്റേഷനാണ് ഈ കട്നി എന്ന് പറയുന്നത്. ഇവിടെ ഒരു ലോക്കോ ഷെഡ് ഉണ്ട്. അത് ഇവിടെ അല്ല, ഇത് കട്നി ജംഗ്ഷൻ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ കൂടെ മാറി ന്യൂ കട്നി ജംഗ്ഷൻ ഉണ്ട്. അവിടെയാണ് ലോക്കോ ഷെഡ് വരുന്നത്. അവരുടെ കുറേ WAG9 പിന്നെ WAG7 അങ്ങനെ കുറേ ലോക്കോസ് ഉണ്ട്. ഗുഡ്സ് ലോക്കോസ് ഒക്കെയാണ്. WAG5 ഒക്കെ ഉണ്ട്. പിന്നെ ഇവരുടെ പണ്ട് ഡീസൽ ലോക്കോസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഡീസൽ ലോക്കോ ഉണ്ടായിരുന്നു പണ്ട്, ആൽക്കോ ഒക്കെ ഉണ്ടായിരുന്നു. ആ വരുന്ന വന്ദേ ഭാരത് കണ്ടോ, അത് റീവ എന്ന സ്ഥലമുണ്ട്. റീവേന്ന് റാണി കമലാപതി ഭോപ്പാൽ ഹബീബ്ഗഞ്ചിലേക്ക് പോകുന്ന ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. അപ്പോൾ നമ്മൾ പുറപ്പെടുമ്പോഴേക്കും നമ്മുടെ പാരലായിട്ട് ഒന്ന് കയറി ഇത് ഓവർടേക്ക് ചെയ്യുന്ന തോന്നില്ല, കാരണം നമ്മളാണ് ആദ്യം ജബൽപൂർ എത്തേണ്ടത്. നോക്കാം. ഈ വണ്ടിയിൽ നിന്ന് ഫുഡൊന്നും കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം രാവിലെ അവർ പറയാം ബ്രെഡ് ഓംലെറ്റ് മാത്രമേ ഉള്ളെന്ന്. അപ്പോൾ ഈ വെജ് കഴിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ ബ്രെഡ് ഓംലെറ്റ് മേടിച്ചു. നിവർത്തിയില്ല എന്നിട്ട് രാവിലെ ഓർഡർ ചെയ്യാൻ നോക്കിയിട്ടൊന്നും കണ്ടൊന്നുമില്ല. ഇതാണ് ബ്രെഡ് ഓംലെറ്റ്. നമ്മളിവിടെ ജബൽപൂർ കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനിലോട്ട് ഒരുക്കി. മിക്കവാറും വന്ദേ ഭാരത് കയറിപ്പോകാനുള്ള നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അതിന് വേണ്ടി തന്നെയായിരിക്കും ഒതുക്കിയത്. ഇവിടെ വേറെ മെയിൻ ലൈനിൽ ഗുഡ്സ് ട്രെയിൻ ഒന്നുമില്ല. അവിടെ ഒരു WAG12 വെച്ചൊരു അടിപൊളി ഒരു ഗുഡ്സ് ട്രെയിൻ കിടക്കുന്നുണ്ടോ, നല്ല ഫ്രെയിം അല്ലേ. ഇത് 8:35 ജബൽപൂർ കയറുന്ന ഭോപ്പാൽ വന്ദേ ഭാരതാണ്. നേരത്തെ പറഞ്ഞില്ല, ആ സെയിം വന്ദേ ഭാരത് തന്നെയാണിത്. അപ്പോൾ അത് കയറിപ്പോയി നമ്മൾ ഇനി അതിൻ്റെ ബാക്കിൽ പോകും. ഇതിപ്പോൾ നമ്മൾ ഓൺ ടൈം വന്ന് ഇവിടെ കട്നി കയറിയായിരുന്നെങ്കിൽ നമുക്ക് ഓവർടേക്ക് കിട്ടത്തില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ലേറ്റ് ആവേണ്ട, കാരണം വന്ദേ ഭാരത്തിൻ്റെ ടൈമിലാണ് നമ്മൾ കട്നി വന്ന് കയറിയത്. അതാണ് നമുക്ക് പണി കിട്ടിയത്. ഇത് സഹറൻപൂർ സെറ്റിൻ്റെ ഒരു WAG12 കേട്ടോ. ഇതിവിടെ അട വെച്ചേക്കുവാന്ന് തോന്നുന്നു കേട്ടോ. അട വെച്ചിട്ടുണ്ട് വീട്ടിൽ താഴെ. ഇതിവിടെ കിടക്കുവാന്ന് തോന്നുന്നു. ഇതെന്ത് ഇവിടെ ഇങ്ങനെ കിടക്കുന്നതെന്ന് ആർക്കറിയാം. മധ്യപ്രദേശിലെ ജബൽപൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജബൽപൂർ കുറേ മലയാളികളുള്ള സ്ഥലമാണെന്ന് കേട്ടിട്ടുള്ളത്. അപ്പോൾ ജബൽപൂരിലുള്ള ഏതെങ്കിലും മലയാളി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ജബൽപൂർ എത്താറായി. നമ്മുടെ വണ്ടി ഏകദേശം ഒരു 1/4 മണിക്കൂർ ഇപ്പോഴും ഡിലേ ആണ് കേട്ടോ.
ഇറ്റാർസി ഷെഡിന്റെ ഒരു കിടിലൻ ആൽക്കോ ഇവിടെ ഷണ്ടിങ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഷണ്ടിങ് എന്ന് വെച്ചാൽ ഇതേപോലെ ഈ കോച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടുക. ഇതിപ്പോൾ ഉണ്ട്, ഇതിൽ 1, 2, 3 കോച്ച് ഇവർ അതിൽ നിന്ന് വേർപെടുത്തി അതെങ്ങോട്ടോ കൊണ്ട് മാറ്റിയിടാനുള്ള പരിപാടിയാണ്. ഈ ഒരു പരിപാടിക്കാണ് ഈ ഷണ്ടിങ് എന്ന് പറയുന്നത്. എനിക്ക് ജബൽപൂർ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ ജബൽപൂർ കോയമ്പത്തൂർ ഒരു സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട്. എപ്പോൾ നോക്കിയാലും 8-10 മണിക്കൂർ ലേറ്റായിട്ട് ഓടുന്ന വണ്ടി. ആ വണ്ടി എനിക്ക് ഓർമ്മ വരുന്നത് ജബൽപൂർ എന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ജബൽപൂർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇറ്റാർസി വഴിയുള്ള റൂട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ കുറേ WP7 ലോക്കോ നടക്കുന്നു. ഇവിടെ എല്ലാം കൂടുതലും കാണുന്ന ഇറ്റാർസി ഷെഡിൻ്റെ ലോക്കോസാണേ. ഇതും ഒരു ഇറ്റാർസി WP7 ആണ് കേട്ടോ. കാരണം ഇറ്റാർസി ഇവിടെ നിന്ന് അടുത്തുള്ളൊരു ലോക്കോ ഷെഡ് ആയതുകൊണ്ട് അവിടുത്തെ ലോക്കോസൊക്കെയാണ് ഇവിടെ നിന്ന് തുടങ്ങുന്ന കൂടുതലും വണ്ടികൾക്ക് ഇവർ കൊടുക്കുന്നത്. ഇതും ഒരു ഇറ്റാർസി ഷെഡിൻ്റെ ലോക്കോ 39309. കോച്ചിൻ ഡിപ്പോ ജബൽപൂർ. ഈ ജബൽപൂരിൽ നിന്ന് ആരംഭിക്കുന്ന വണ്ടികളിലൊക്കെ മെയിൻ്റനൻസ് നടക്കുന്ന സ്ഥലമാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ ഈ ബീഹാർ ഭാഗത്തേക്ക് ഇവിടെയൊക്കെ വരുമ്പോൾ എല്ലാം ഇതേപോലെ LHP ട്രെയിനുകളാണ്. ഫുൾ LHP WP7 ലോക്കോസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ICF ട്രെയിനൊക്കെ വളരെ വിരലുണ്ടാവുന്ന 1, 2 ഒക്കെ കണ്ടുള്ളൂ. ബാക്കിയെല്ലാം ഇതേപോലെ LHP വണ്ടികളാണ് കേട്ടോ. LHP WP7 കോംബോ ആണ് ഇവിടെ എല്ലാം. എല്ലാ വണ്ടികളും ഇത് തന്നെയാണ്. ഇത് ജബൽപൂരിൽ നിന്ന് ഡൽഹിക്ക് പോകുന്നൊരു വണ്ടിയുടെ റേക്കാണ് കിടക്കുന്നത്. നമ്മളങ്ങനെ വെസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ജബൽപൂർ ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ്. ജബൽപൂർ ഡിവിഷനാണിത് ഉണ്ടോ. ജബൽപൂർ സ്റ്റേഷൻ്റെ നെയിം ബോർഡ് കണ്ടോ ഗൈസ്. ഇവിടെ നിന്ന് നമ്മുടെ വണ്ടിയിൽ കയറാൻ ആൾക്കാരില്ലെന്നാണ് തോന്നുന്നത്. കണ്ടോ ഇവിടെ ഒറ്റ മനുഷ്യല്ല കണ്ടോ. ഈ ജബൽപൂരിൽ നിന്ന് കുറേ ഭാഗത്തേക്ക് വണ്ടികളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. മധ്യപ്രദേശിൽ തന്നെ മെയിനായിട്ടുള്ളൊരു സ്റ്റേഷനാണ് ജബൽപൂർ എന്ന് പറയുന്നത്. ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇതേപോലെ തന്നെ മുംബൈ ഹാവ്ഡ മെയിൻ ലൈനിലാണ് ഈ ഒരു ജബൽപൂർ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ വണ്ടിയിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കും. ഇവിടെ വെള്ളം നിറയ്ക്കുന്നുണ്ട്. മിക്കവാറും ക്രൂ ചേഞ്ചിങ് കാണും. ലോക്കോ പൈലറ്റുമാരെ കാണൊക്കെ ഇവിടെ നിന്ന് മാറുമായിരിക്കും. ഇവിടെ ഒരു വണ്ടി പോകുന്നുണ്ടോ. ഈ വണ്ടി പവൻ എക്സ്പ്രസ് എന്നാണ് ഈ ഒരു വണ്ടിയുടെ പേര്. ഈ വണ്ടി ജയ്നഗറിൽ നിന്ന് മുംബൈ LTTക്ക് പോകുന്നൊരു എക്സ്പ്രസ് ആണ്, പവൻ എക്സ്പ്രസ്. ഇത് കയറിപ്പോകുമെന്ന് അറിയത്തില്ല. ഇത് ഞാൻ ഇന്നലെ ഇവിടെ വെച്ച് കണ്ടായിരുന്നു, ദർഭംഗ വെച്ച് കണ്ടായിരുന്നു ഈ വണ്ടി. ഷെഡ്യൂള് പ്രകാരം നമ്മളാണ് ആദ്യം ജബൽപൂരിൽ നിന്ന് പുറപ്പെടേണ്ടത്. ആ വണ്ടിയുടെ സമയം 9:10 ആണ്. അതിപ്പം ബിഫോർ ടൈം അടിച്ചൊന്ന് കയറിയതാണ്. നമ്മുടെ വണ്ടി ഇപ്പോഴും ഫുൾ ആൾക്കാരാണ്. ഇവരാരും ഒന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, എല്ലാം നമ്മുടെ ആ ഒരു ബാംഗ്ലൂർ ചെന്നൈ ഭാഗത്ത് ഇറങ്ങുന്ന ആൾക്കാരാണ്. RAC-കാരൊക്കെയാണ് കൂടുതലും. കണ്ട് ഇവിടുത്തെ ഇവർ RAC ആണ്, അതിൻ്റെ അപ്പുറത്തെ RAC ആണ്. അങ്ങനെ ഫുൾ അതാണ് ഗൈസ്. ഞാനിന്ന് മുഖമൊക്കെ കഴുകി, ഷാമ്പു ഇട്ട് തല കഴുകി ഫസ്റ്റ് AC പോയാൽ അവിടെ ഫസ്റ്റ് AC കോച്ചിൽ ബാത്റൂം ഒന്നുമില്ല. എന്താണ് എന്തോ സാധാരണ ഫസ്റ്റ് AC കോച്ചിൽ ഒരു സെക്ഷനിൽ എവിടെയെങ്കിലും ഒരു ബാത്റൂം ഉണ്ടാവും, അതൊന്നുമില്ല. എന്താണോ എന്തോ. ഈ ബീഹാറികളുടെ ഫസ്റ്റ് AC ഇങ്ങനെയാണോ അറിയത്തില്ലല്ലോ. നമ്മളിപ്പോൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നർമ്മദ നദിയാണ്. ആ പാലം കണ്ടോ അപ്പുറത്തെ ട്രാക്കിൻ്റെ, കണ്ടിട്ട് പേടിയാവുന്നു അല്ലേ. നല്ല ഹൈറ്റിലുള്ളൊരു പാലമാണ്. കലങ്ങി മറിഞ്ഞ വെള്ളമാണ് കേട്ടോ നർമ്മദ നദിയിൽ. ഇത് സ്റ്റോപ്പൊന്നുമല്ല, ഇത് ശ്രീധാം എന്നൊരു സ്റ്റേഷനാണ്. അപ്പോൾ ഈ സാമാനം നടുക്ക് കിടക്കുന്നതുകൊണ്ട് നമ്മൾ ലൂപ്പ് കയറി പോവാം. എല്ലാം നല്ല വെയിലാണ് കേട്ടോ. പക്ഷെ നമ്മൾ തെലങ്കാന ആന്ധ്ര കയറുമ്പോഴേക്കും മഴ തുടങ്ങും. കാരണം അവിടെ ഭയങ്കര മഴയാണ്. ആ സമയത്ത് ഫ്ലഡൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് മധ്യപ്രദേശിലൊക്കെ ഇപ്പോൾ ഭയങ്കര വെയിലാണ്, നല്ല ചുട്ടുപൊള്ളുന്ന വെയിലാണ്. നമ്മുടെ ബാഗ്മതി എക്സ്പ്രസിൻ്റെ അടുത്ത സ്റ്റോപ്പായ നരസിംഗ്പൂർ എന്നൊരു സ്ഥലം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തുന്നത് 1 മണിക്കൂർ ലേറ്റ് ആയിട്ടാണ്.
9 പയൻറ്റിന് എത്തേണ്ട വണ്ടി എത്തുന്നത് 10 പയൻറ്റിനാണ്. ഈ നരസിംഗ്പൂർ സ്റ്റേഷനിൽ നിന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റോപ്പ് പിപ്പരിയ എന്ന സ്ഥലമാണ്. പിപ്പരിയ കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ ഇറ്റാർസിയിൽ പോയി ജോയിൻ ചെയ്യും. എന്നിട്ട് ആ ഡൽഹി, ചെന്നൈ, ഗ്രാൻഡ് ട്രങ്ക് ലൈനിൽ കൂടെ നമ്മൾ പോകും. എന്നാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഫ്ലഡിൻ്റെ കാര്യമൊന്നും ഇതിലായിട്ടൊന്നും ഡൈവേർഷനൊന്നും വന്നിട്ടൊന്നുമില്ല. മിക്കവാറും വിജയവാഡ വഴി തന്നെയായിരിക്കും പോകുന്നത്. ഇറ്റാർസി എത്തുന്നതിന് മുമ്പ് നമ്മുടെ ബാഗമതിയുടെ അടുത്ത സ്റ്റോപ്പായ പിപ്പരിയ എന്നൊരു സ്ഥലം എത്തി കേട്ടോ. മധ്യപ്രദേശിൽ തന്നെയാണ് ഇതൊക്കെ. പിപ്പരിയ. അവിടെ അലൈറ്റ് ഹിയർ ഫോർ ഹിൽ സ്റ്റേഷൻ പച്മർഹി എന്നും പറഞ്ഞുകൊണ്ടൊരു ബോർഡുണ്ട് കേട്ടോ. അപ്പോൾ ഏതൊരു ഹിൽ സ്റ്റേഷനിൽ പോകാൻ വേണ്ടി ആൾക്കാർ ഇറങ്ങുന്നൊരു സ്ഥലമാണ് ഈ പിപ്പരിയ എന്ന് പറയുന്നത്. എനിക്കറിയത്തില്ല ഏതാ സ്ഥലം, ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. സ്റ്റേഷനിലൊക്കെ നല്ല മനോഹരമായ പെയിൻറ്റിങ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ. നമ്മളിപ്പോൾ ഉള്ള വെസ്റ്റ് സെൻട്രൽ റെയിൽവേ സോണാണ്. നമ്മൾ പോകുന്നതിന് മണ്ടയ്ക്ക് കൂടെ വേറൊരു ട്രാക്ക് പോകുന്നത് കണ്ടോ. റെയിൽവേ ട്രാക്കിന്റെ മുകളിൽ കൂടെ വേറെ റെയിൽവേ ട്രാക്ക്. ഇനി ഇത് പുതിയ റെയിൽവേ ട്രാക്കാന്ന് തോന്നുന്നല്ലോ. സിംഗിൾ ലൈൻ ആണല്ലോ. നമ്മളങ്ങനെ ഇറ്റാർസി ജംഗ്ഷൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 12:25 നമ്മുടെ വണ്ടി കയറേണ്ടത്. ഇപ്പോൾ 12:25 ആയപ്പോൾ അവിടെ ഔട്ടർ എത്തിയതേ ഉള്ളൂ. നിങ്ങൾ റൈറ്റിൽ കാണുന്ന ലൈനാണ് ഭോപ്പാലിലേക്ക് പോകുന്ന ലൈൻ. അതായത് നമ്മുടെ അവിടെ നിന്ന് ഡൽഹിക്കൊക്കെ പോകുന്ന വണ്ടികളൊക്കെ പോകുന്ന ലൈനാണ് ഈ റൈറ്റിൽ കാണുന്ന ലൈന്. അപ്പോൾ നമ്മൾ നേരെ വന്ന് കയറുകയാണ്. റൈറ്റിലേക്ക് പോകുന്ന ലൈൻ ഭോപ്പാലിലേക്ക് പോകുന്ന ലൈനാണ്. വണ്ടിയുണ്ട്. ഇത് പൂനെന്ന് ലക്നൗ പോകുന്നൊരു എക്സ്പ്രസ് ട്രെയിൻ ആട്ടോ. ഇറ്റാർസി ഷെഡിന്റെ ഒരു WDG4, അപ്പുറത്തൊരു ആൽക്കോ, എന്തൊക്കെ ലോക്കോ അല്ല, ഇതെല്ലാം ഇറ്റാർസിയുടെ ലോക്കോസാണ്. അങ്ങനെ നമ്മൾ ഏകദേശം ഇപ്പോൾ ഓൺ ടൈമാണ്. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ഡിലേ ഉള്ളൂ. ഇറ്റാർസി ജംഗ്ഷനിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ തിങ്ങി നിറഞ്ഞ ഒരു വണ്ടി ഉണ്ടോ. ഏത് വണ്ടിയാണോ എന്തോ. മുംബൈ LTTക്ക് പോകുന്നതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. മുംബൈ LTT പോകുന്നതാണോ വരുന്നതാണോന്ന് അറിയത്തില്ല. മുംബൈ LTT പാട്ടലിപുത്ര. അയ്യോ, ആ വണ്ടിയിൽ തിരക്കുണ്ടോ. എനിക്ക് ജനറലൊക്കെ ഇടിച്ചു കുത്തിയ ആള്. 2 ജനറലാണ് മൊത്തം ഉള്ളത്. അപ്പോൾ നമ്മുടെ ബാഗമതി സൂപ്പർ ഫാസ്റ്റിന്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മൾ ദർബംഗയിൽ കയറി ഇറ്റാർസി വന്നിരിക്കുകയാണ്. ഇറ്റാർസി വരെയുള്ള ഫസ്റ്റ് പാർട്ട് വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ശ്രദ്ധിക്കുന്നു. അപ്പോൾ സെക്കൻഡ് പാർട്ട് നമ്മൾ ഇറ്റാർസി നേരെ നമ്മൾ തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും വെച്ച് ഞാൻ സെക്കൻഡ് പാർട്ട് വീഡിയോ എൻഡ് ചെയ്യാം. അത് എടുത്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ബാഗമതി എക്സ്പ്രസിന്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയാം. അടുത്ത ദിവസം കാണാം. അപ്പോൾ ബൈ.